Hello guys, welcome to my YouTube channel and also welcome to Movie Through My Lens episode number 1. ഒരു വേക്കപ്പ് കോൾ അല്ലെങ്കിൽ ഒരു അടിപൊളി മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി സജസ്റ്റ് ചെയ്ത് തരുമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ കണ്ണടച്ചു പറയും വിനോദയാത്ര. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് വിനോദയാത്ര. കൊച്ചു നാളിൽ ഞാനിത് ടിവിയിൽ കാണുമ്പോൾ എനിക്കൊരു കോമഡി പടമായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്. ഒരു കോമഡി പ്ലസ് റൊമാൻറ്റിക് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പൊ എന്റെ 20s ഞാൻ ഈ മൂവി കാണുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു സൂതിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ആൻഡ് ഇറ്റ് ഫീൽസ് ഹോം ടു മീ. സത്യം പറയാലോ, എനിക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടുമ്പോ എനിക്ക് തോന്നുന്നത് ടിവിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഷോ കാസ്റ്റ് ചെയ്ത ഒരു മൂവി ആയിരിക്കും വിനോദയാത്ര. ഇപ്പോഴും ഒട്ടുമിക്ക ആൾക്കാരും ഈ മൂവി കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയുന്നും കൂടി ഉണ്ടാവില്ല. സോ എന്റെ ഈ വീഡിയോ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ദിസ് ഇസ് പ്യൂർലി മൈ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് മൂവി. ജീവിതം ഒരു യാത്രയാണെന്നും ആ യാത്രയിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും കാണിച്ചു തന്ന ഒരു മൂവിയാണ് വിനോദയാത്ര. എന്റെ മനസ്സിൽ ഇടം തേടിയത് ദിലീപ് മീര ജാസ്മിൻ കെമിസ്ട്രി ആണെങ്കിലും എന്റെ ഹൃദയത്തിൽ ഇടം തേടിയത് ഐ ക്യാൻ സേ ഇളയരാജ മൂവി തന്നെയാണ്. എന്റെ മനസ്സിൽ ഇടം തേടിയത് ദിലീപ് മീര ജാസ്മിൻ കെമിസ്ട്രി ആണെങ്കിലും എന്റെ ഹൃദയത്തിൽ ഇടം തേടിയത് ഡെഫിനറ്റ്ലി ഇളയരാജയുടെ മ്യൂസിക് ആണ്. അത് കൂടാതെ എനിക്ക് ഇതിന്റെ ബീജം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സ്റ്റോറി ഒക്കെ ഇടുമ്പോ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തിടും. പിന്നെ അത് മാത്രല്ല, അങ്ങനെ എല്ലാ മൂവീസും നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്നില്ല. ചില മൂവീസ് അതിനൊരു പ്രത്യേക തരം മാജിക് ഉണ്ട് ചില മൂവീസിന്, അല്ലെ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില മൂവീസ് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോ നമ്മൾ ചിലപ്പോ ആ മൂവി ആയിരിക്കും നമ്മൾ ചിലപ്പോ ഒരു 5-6 വട്ടം ആ മൂവി കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ആ മൂവി എടുത്ത് കാണും. അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ഒരു മൂവിയാണ് വിനോദയാത്ര. ഒത്തിരി ചിരിക്കാനുണ്ട് ആ സിനിമയില്. എനിക്ക് അതാണ് എനിക്ക് കോമഡി, അതുപോലെ തന്നെ റൊമാൻസ്, ഇതിന്റെ ഒരു മിക്സ്, അതുപോലെ തന്നെ കുറച്ച് വാല്യൂ ലെസൺസ് തരുന്ന പടങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഹൊറർ ഇഷ്ടമല്ല, ചില ആൾക്കാർക്ക് ഒത്തിരി ഇമോഷനുള്ള മൂവി ഒന്നും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസിന്റെ ഒരു മിനി വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത വീഡിയോ എപ്പോ വരുമെന്ന് പോലും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റേ ട്യൂൺഡ് ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ.